ഇസ്രായേലും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഭീകരമായ യുദ്ധം കാരണം ഇപ്പോൾ കണ്ണീര് കുടിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു നഗരമാണ്. തമിഴ്നാട്ടിലെ എക്സിറ്റി മുട്ട നഗരം എന്നറിയപ്പെടുന്ന നാമക്കൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. ദിവസേന കോടിക്കണക്കിന് മുട്ടകൾ ഗൾഫിലേക്ക് കയറ്റി അയച്ചിരുന്ന നാമക്കലിൽ നിന്ന് ഇപ്പോൾ ഒരു മുട്ട പോലും കടൽ കടക്കുന്നില്ല. ഈ ഒരു ഗ്ലോബൽ ക്രൈസിസ് കാരണം നമ്മുടെ നാട്ടിലെ മുട്ടവില കുത്തനെ ഇടിയുകയാണ്. ഇത് കർഷകർക്ക് വലിയൊരു ദുരന്തമാണ്. എന്താണ് നാമക്കലിൽ സംഭവിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളിൽ മുട്ടയ്ക്ക് ക്ഷാമം ഉണ്ടാകുമോ? പരിശോധിക്കാം. ആദ്യമായി നമുക്ക് ഭീകരമായ കണക്കുകളൊന്ന് നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയതോടെ നാമക്കലിലെ മുട്ട കയറ്റുമതി പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നാമക്കലിൽ നിന്ന് ദിവസവും ഏകദേശം 5 കോടി രൂപയുടെ മുട്ടകളാണ് കയറ്റി അയച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഷിപ്പിംഗ് റൂട്ടുകൾ ബ്ലോക്ക് ആയതോടെയും വിമാന സർവീസുകൾ മുടങ്ങിയതോടെയും ഈ മുട്ടകൾ ഫാമുകളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. കർഷകർക്ക് പ്രതിദിനം 5 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇത് കേവലം ഒരു ബിസിനസ് പ്രശ്നമല്ല, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതം കൂടിയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 10 മില്യൺ 1 കോടി മുട്ടകളാണ് ദിവസവും ഗൾഫിലേക്ക് മാത്രം പോയിരുന്നത്. അതിപ്പോൾ സീറോയിൽ എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് മുട്ട കയറ്റുമതി പെട്ടെന്ന് നിന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഷിപ്പിംഗ് റൂട്ടിലെ ക്രൈസിസ് ആണ്. നാമക്കലിൽ നിന്നുള്ള മുട്ടകൾ കൊച്ചി അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖങ്ങൾ വഴിയാണ് ഗൾഫിലേക്ക് പോകുന്നത്. റെഡ് സീ വഴിയുള്ള യാത്ര ഇപ്പോൾ അതീവ അപകടകരമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം കാരണം കപ്പൽ കമ്പനികൾ പലതും ഈ റൂട്ടിൽ സർവീസ് നിർത്തുകയോ ഇൻഷുറൻസ് തുക കുത്തനെ കൂട്ടുകയോ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഫ്ലൈറ്റ് ക്യാൻസലേഷനുകളും അതുപോലെ വ്യോമപാത അടച്ചതുമാണ്. ഒമാൻ, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്ക് വിമാനമാർഗം മുട്ട അയച്ചിരുന്നതും ഇപ്പോൾ ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. യുദ്ധഭീതി കാരണം വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുന്നതും വ്യോമപാതകൾ മാറുന്നതും കയറ്റുമതിയെ ബാധിച്ചു. അതായത് മുട്ടയുണ്ട്, പക്ഷെ അയക്കാൻ വഴിയുമില്ല, ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ അവസ്ഥ നോക്കാം. ചില റിപ്പോർട്ടുകൾ പ്രകാരം വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. വിദേശത്തേക്ക് അയക്കാൻ കഴിയാത്ത മുട്ടകൾ ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിലേക്ക് കുമിഞ്ഞുകൂടുകയാണ്. സപ്ലൈ കൂടിയതോടെ മുട്ടയുടെ വില കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ മുട്ട ഒന്നിന് 110 പൈസയാണ് കുറഞ്ഞത്. നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി മുട്ട ഒന്നിന് 4.30 രൂപയാണ് റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിലും മുട്ട കെട്ടിക്കിടന്ന് നശിക്കാതിരിക്കാൻ കർഷകർ വെറും 3.5 രൂപയ്ക്ക് വരെ വിൽക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇവിടെയാണ് വലിയൊരു പ്രശ്നം. ഒരു മുട്ട ഉൽപ്പാദിപ്പിക്കാൻ, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ്, കർഷകന് ഏകദേശം 4.5 രൂപ ചിലവുണ്ട്. അതായത് ഓരോ മുട്ട വിൽക്കുമ്പോഴും കർഷകന് 1 രൂപയോളം നഷ്ടം. കോഴിത്തീറ്റയുടെയും മറ്റും വില വർദ്ധിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഇത് കർഷകരെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിയിടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗൾഫിലെ പ്രവാസികൾ ശ്രദ്ധിക്കുക. ഖത്തർ, UAE, ഒമാൻ, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ മുട്ടയുടെ വില കൂടാൻ അല്ലെങ്കിൽ ക്ഷാമം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നാമക്കലിൽ നിന്നുള്ള സപ്ലൈ നിലച്ചതോടെ ടർക്കി, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മുട്ട എത്തിക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഷിപ്പിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ കർഷകർക്ക് വില കുറയുന്നു, പക്ഷെ ഗൾഫിലെ മലയാളികൾക്ക് മുട്ടയ്ക്ക് കൂടുതൽ പണം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. യുദ്ധം കൊണ്ടുവരുന്ന ഈ ഇക്കണോമിക് പാരഡോക്സ് അഥവാ വിരോധാഭാസം ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഈ പ്രശ്നത്തിന് ഇനി മറ്റൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ റംസാൻ വ്രതാനുഷ്ഠാനത്തിന്റെയും ക്രിസ്ത്യൻ വലിയ നോമ്പിന്റെയും സമയമാണ്. സാധാരണയായി ഈ സീസണിൽ ആഭ്യന്തര വിപണിയിൽ മുട്ടയുടെ ഉപഭോഗം 20% വരെ കുറയാറുണ്ട്. അതായത് ഒരേ സമയം കയറ്റുമതി നിലച്ചു, നാട്ടിലെ ഡിമാൻഡും കുറഞ്ഞു. ഇതിനെയാണ് നമ്മൾ ഡബിൾ വാമി എന്ന് വിളിക്കുന്നത്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി, അതായത് നൂൺ മീൽ സ്കീമിലേക്ക് മുട്ട എടുക്കുന്നത് പരീക്ഷാകാലം കാരണം നിർത്തിയതും തിരിച്ചടിയായി. ഫലത്തിൽ 15 കോടിയിലധികം മുട്ടകളാണ് ഇപ്പോൾ നാമക്കലിലെ കോൾഡ് സ്റ്റോറേജുകളിൽ കെട്ടിക്കിടക്കുന്നത്. ഇനി ഈ പ്രശ്നം എന്ന് തീരുമെന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇതിന് കൃത്യമായ മറുപടി ആർക്കുമില്ല. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം എത്രത്തോളം നീണ്ടുപോകുന്നുവോ അത്രത്തോളം കാലം ഈ പ്രതിസന്ധി തുടരും. നാമക്കലിലെ കർഷക സംഘടനകൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് നയതന്ത്ര ചർച്ചകൾ വഴി അവശ്യ സാധനങ്ങളുമായി പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ പാത ഉറപ്പാക്കണമെന്നാണ്. അല്ലെങ്കിൽ മുട്ട കർഷകർക്ക് പ്രത്യേക സബ്സിഡി നൽകി ഈ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണം. സയൻസിലെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെയാണിത്. പശ്ചിമേഷ്യയിൽ ഒരു മിസൈൽ വീഴുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു കർഷകന്റെ വീട്ടിലെ അടുപ്പ് പുകയാതെ ആവുകയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അടുക്കളയിലെ ഓരോ വിഭവത്തെയും ബാധിക്കുന്ന ഈ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സാഹചര്യം തെളിയിക്കുന്നു. യുദ്ധം എന്നത് വെറും വാർത്തയല്ല, നമ്മുടെ ജീവിതം തന്നെയാണ്. നാമക്കലിലെ ഈ കർഷകർക്ക് വേണ്ടി നമുക്ക് പ്രത്യാശിക്കാം എത്രയും വേഗം സംഘർഷങ്ങൾ അവസാനിക്കുകയും കയറ്റുമതി പഴയപടി ആവുകയും ചെയ്യട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.